നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹൈക്കോടതിയിൽ ആശ്വാസം. രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത്. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. രാഹുൽ ഉയർത്തിയ എതിർവാദങ്ങൾ ഗൗരവകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് തടഞ്ഞത്. ഹർജി ഇനി 15-ന് പരിഗണിക്കും. വിശദവാദം കേൾക്കണമെന്ന് കോടതി വ്യക്തമാക്കി. ഇന്നലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇൻഡിഗോ പ്രതിസന്ധി. കൊച്ചിയിലും സർവീസുകൾ മുടങ്ങി. 10 വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിച്ചു. വിമാനത്താവളത്തിൽ യാത്രക്കാർ കുടുങ്ങി. ഇൻഡിഗോ അധികൃതർ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ലെന്നും പരാതിയുണ്ട്. കൊച്ചി, ബംഗളൂരു, ജമ്മു, ഹൈദരാബാദ് സർവീസുകൾ മുടങ്ങി. കൊച്ചി, മുംബൈ സർവീസ് വൈകും. ഹൈദരാബാദിൽ ഇതുവരെ 69 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡൽഹിയിൽ 106 വിമാനങ്ങൾ റദ്ദാക്കി. കുത്തകവൽക്കരണത്തിന്റെ ഭാഗമാണ് നിലവിലെ പ്രശ്നമെന്ന് സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. പുടിന് നൽകിയ വിരുന്നിൽ ശശി തരൂരും. കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തി. പുടിന് നൽകിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തി. തരൂർ പാർട്ടിയോട് ആലോചിച്ചില്ലെന്ന് AICC വൃത്തങ്ങൾ. വിരുന്നിന് ക്ഷണം നൽകിയവരും പോയവരും ചോദ്യം നേരിടണമെന്ന് AICC വക്താവ് പവൻ ഖേര പറഞ്ഞു. താനായിരുന്നെങ്കിൽ നേതാക്കളെ വിളിക്കാത്ത വിരുന്നിന് പോകില്ലായിരുന്നുവെന്നും ഖേര വിമർശിച്ചു. ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിച്ചിരുന്നില്ല. വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കാണ് തന്നെ ക്ഷണിച്ചതെന്ന് ശശി തരൂർ പറഞ്ഞു. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അപകടം. 4 അയ്യപ്പ ഭക്തർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് രാമനാഥപുരത്താണ് അപകടം നടന്നത്. ആന്ധ്ര സ്വദേശികളാണ് മരിച്ചത്. ശബരിമല ദർശനത്തിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടം. കീഴക്കരയിൽ നിന്നുള്ള കാർ ഡ്രൈവർ മുഷ്താഖ് അഹമ്മദ്, ആന്ധ്രയിൽ നിന്നുള്ള രാമചന്ദ്ര റാവു, അപ്പാർ റാവു നായിഡു, ബെണ്ടാരു ചന്ദ്രറാവു, റാമർ എന്നിവരാണ് മരിച്ചത്. റോഡിന് സമീപം കാർ നിർത്തിയിട്ട് ഉറങ്ങുകയായിരുന്നു ഇവർ. രാമനാഥപുരം സ്വദേശികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് അയ്യപ്പ ഭക്തരുടെ കാറിൽ ഇടിക്കുകയായിരുന്നു. രാമേശ്വരം ക്ഷേത്രത്തിൽ ദർശനത്തിനായാണ് ഇവർ രാമനാഥപുരത്തെത്തിയത്. അപകടത്തിൽ 7 പേർക്ക് ഗുരുതര പരിക്കേറ്റു. പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടം. വർക്കലയിൽ പ്രിന്റിംഗ് പ്രസിനടിയിൽപ്പെട്ട് ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. വർക്കല ചെറുകുന്ന സ്വദേശിയായ മീന ഭവനിൽ 51 വയസ്സുള്ള മീനയാണ് മരിച്ചത്. വർക്കലയിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണ പ്രിന്റിംഗ് പ്രസിലാണ് അപകടം നടന്നത്. പ്രസിൽ ഉപയോഗിക്കുന്ന മെഷീനിൽ ജീവനക്കാരുടെ സാരി കുരുങ്ങിയാണ് അപകടമുണ്ടായത്. മറ്റ് ജീവനക്കാരെത്തി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 20 വർഷമായി പ്രിന്റിംഗ് പ്രസിൽ ജോലി ചെയ്തു വരികയായിരുന്നു മീന. അബദ്ധത്തിൽ പറ്റിയ ഒരു അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. C. സദാനന്ദൻ MPയെ സ്പൈസസ് ബോർഡ് ഡയറക്ടറായി തെരഞ്ഞെടുത്തു. രാജ്യസഭാ അംഗങ്ങളുടെ കാറ്റഗറിയിലാണ് തെരഞ്ഞെടുത്തത്. 1 വർഷക്കാലമായി ഒഴിഞ്ഞുകിടന്ന തസ്തികയിലേക്കാണ് മലയാളി MPക്ക് നിയമനം. C. സദാനന്ദൻ 2016-ൽ കൂത്തുപറമ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയാണ്. അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. അതിജീവതയെ അപമാനിച്ചെന്ന കേസ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തള്ളി കോടതി. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തള്ളി കോടതി. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത്. ജാമ്യാപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ല. ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ വാദങ്ങൾ തള്ളിക്കളയാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ജാമ്യം തള്ളുകയായിരുന്നു. അരിഷ്ടം കുടിച്ചതിന്റെ പണം ചോദിച്ചു. പിന്നാലെ വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലം കടക്കലിലാണ് അരിഷ്ടക്കടയിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയത്. കടക്കൽ മണലുവട്ടം സ്വദേശി 70-കാരനായ സത്യബാബുവാണ് കൊല്ലപ്പെട്ടത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 20 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന സത്യബാബു ഇന്നാണ് മരിച്ചത്. കടക്കൽ തുടയന്നൂർ സ്വദേശിയായ സിനു അറസ്റ്റിലായി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ പിന്തുണയ്ക്കില്ലെന്ന് മുൻ MLA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കില്ലെന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ MLA S. രാജേന്ദ്രൻ നിലവിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയും പരസ്യ പ്രചാരണം നടത്തിയിട്ടില്ല. BJP ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളിൽ പലരും മുൻ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. ഇവരെ തിരിച്ചും സഹായിക്കും. BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വ്യക്തിബന്ധമുള്ള സ്ഥാനാർത്ഥികൾക്ക് ഫോണിലൂടെ പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു. വോട്ടിംഗ് മെഷീനിൽ ഏണിച്ചിഹ്നം ചെറുതായി, പരാതി നൽകി മുസ്ലിം ലീഗ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 24 ഡിവിഷനുകളിൽ ഏണിച്ചിഹ്നം ചെറുതായെന്ന് പരാതി. 58-ാം വാർഡായ മുഖദാറിലെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF ജില്ലാ കമ്മിറ്റി പരാതി നൽകി. 55-ാം വാർഡിൽ ഏണി ചിഹ്നത്തിന് സമാനമായി ക്രിക്കറ്റ് ബാറ്റ് ചെരിച്ചുവെച്ച ചിത്രമാണെന്നും ആക്ഷേപമുണ്ട്.